ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു നസി വ്ളോഗ്സ്. അപ്പോൾ ഇന്നിവിടെ മരുമകനെ നോമ്പ് തുറപ്പിക്കലാട്ടോ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലൊക്കെ ഇങ്ങനെ പോവാം. കഴിച്ച് ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. ബീഫുണ്ട്, നമുക്ക് ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണേ. പിന്നെയും കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കണം. നമ്മൾക്കൊന്ന് പ്ലാൻ ആക്കട്ടെ. അപ്പോൾ ഇതാ കട്ട്ലറ്റിനുള്ള നമ്മളെ പൊട്ടാറ്റോ കുക്കാക്കാൻ കുക്കറിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ മിൽക്കും കേടൊക്കെ നല്ല ഐസായിരുന്നു. അപ്പോൾ അതൊക്കെ പുറത്തൊക്കെ എടുത്ത് വെച്ച്, ചിക്കനും പുറത്ത് വെച്ചു, എഗ്ഗൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏകദേശം മെൽറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ഓരോ കാര്യങ്ങൾ അരിഞ്ഞു വെക്കാം. അപ്പോൾ നമ്മളെ എഗ് ബജിക്കുള്ള എഗ്ഗ് ഇവിടെ ബോയിലാവാൻ വെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഇതാ നല്ല ജ്യൂസി ഷവർമക്കുള്ള ഇൻഗ്രീഡിയൻസൊക്കെ കട്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണിയിലേക്കുള്ള ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ലേശം മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, കുറച്ച് തൈര് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, കുറച്ച് നേരം അങ്ങനെ കുഴച്ച് വെക്കാം. അപ്പോൾ എല്ലാം കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ആക്കണ ഇതിൽ ഉപ്പും മുളകൊക്കെ ഒന്ന് കുറച്ച് പിടിക്കാനാട്ടോ. അപ്പോൾ ആ പണി കഴിഞ്ഞു ഗൈസ്. ബീഫ് ഇതാ അവിടെ അടുപ്പത്ത് റെഡി ആയിട്ടുണ്ട്. എന്തോ യൂട്യൂബിൽ നോക്കി വേറെ റെസിപ്പിയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് നല്ല ഗ്രേവി ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണിയിലേക്കുള്ള ചിക്കൻ നേരത്തെ മാഗ്നേറ്റ് വെച്ചത് ഇപ്പോൾ ചെറുങ്ങനൊന്ന് ഷാലോ ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ. ആ ടൈമിൽ നമുക്ക് ബിരിയാണിയിലോട്ടുള്ള ഓണിയൻ ഫ്രൈ ആക്കാം. നമ്മളെ സെക്കൻഡ് റൗണ്ട് ചിക്കൻ ഫ്രൈ ആവുന്നുണ്ട്. ബിരിയാണിക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഓണിയൻ ഫ്രൈ ആക്കലാണല്ലോ. ഇത് ഓണിയൻ ഫ്രൈ ആക്കി ഇടുമ്പോൾ ബിരിയാണി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഓണിയൻ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് അരപ്പിലേക്ക് എടുത്ത് മാറ്റാം കേട്ടോ. പിന്നെ നേരത്തെ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കിയ ഓയിലുണ്ടല്ലോ, ആ ഓയിലാണ് നമുക്ക് ബിരിയാണിയിലേക്കുള്ള മസാല റെഡിയാക്കുന്നത്. ഫസ്റ്റ് ടൈം കുറച്ച് പച്ചമുളകും പിന്നെ പെരുംജീരകവും കറിവേപ്പിൻ്റെ ഇല ഇട്ടെടുത്തു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ കട്ടാക്കിയ ഒണിയൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒണിയൻ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ, ഒരു കടി പോലും കടിക്കാത്ത രൂപത്തിൽ. അപ്പോഴാണ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കൂടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ടൊമാറ്റോ കൂടി കട്ടാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഇത് വഴറ്റി റെഡിയായി വരും. ഇനി നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങൻ്റെ അരിപ്പും കൂടി അരച്ച് വെച്ചിരുന്നു. അതാകുമ്പോൾ നമ്മൾ മസാല കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടി എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഗൈസ്, ഒരാൾ ഷവർമയ്ക്ക് മയോണൈസ് ഉണ്ടാക്കുകയാണ്. എഗ്ഗ് ബോയിൽ ചെയ്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ എഗ് വൈറ്റ് കൊണ്ട് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ ബിരിയാണിക്ക് മസാല റെഡിയാക്കുന്ന നേരം അനിയൻ എന്തോ കട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ പോയി. അപ്പോൾ ബിരിയാണിയുടെ മസാലയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് ഓണിയൻ ഇട്ടെടുത്ത് കുറച്ച് കേട് ഇട്ടെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത്, ഇനി നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇതിലേക്ക് ഇട്ടെടുത്ത്. അപ്പോൾ ഇനി മസാല വല്ലാതെ കുക്കാവാനൊന്നുമില്ല, കാരണം ചിക്കൻ ഓൾറെഡി കുക്കായതാണ്. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കാം. പിന്നെ റൈസ് നമുക്ക് ടൈം ആകുമ്പോൾ റൈസ് തിളപ്പിച്ചിട്ട് ഇതിൻ്റെ മേലൊക്കെ ഇട്ടിട്ട് ദമ്മിട്ടാൽ മതി. അപ്പോൾ ഇത് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മൂന്നാളും 3 പണി ആയതുകൊണ്ട് പെട്ടെന്ന് പണിയായി കേട്ടോ. ഒരു ഭാഗത്ത് ബീഫ് വെക്കുന്ന, ഞാൻ ബിരിയാണി, അനിയന് സ്നാക്സ് ഉണ്ടാക്കുന്നത്, ഒരാൾ പിന്നെ നോമ്പ് ഇറക്കണ ടൈമിൽ എത്തുള്ളൂ. ഇത് സ്പെഷ്യൽ മയോണൈസ് നോക്കട്ടെ. ഇതാ മറ്റേ ബ്രോസ്റ്റൊക്കെ കൊണ്ടാണ് മറ്റേ മയോണൈസ് അല്ലേ? മറ്റേ മയോണൈസ്. കേക്ക് ആൻഡ് ക്രീമിയായ മയോണൈസ് എങ്ങനെ റെഡിയാക്കാവുന്ന ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. അപ്പോൾ ആ ടൈമിൽ ഞാൻ എന്ത് ചെയ്തു, കട്ട്ലറ്റിക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കുകയാണ്. ചമ്മന്തിയൊക്കെ മുട്ടയിലാക്കി വെച്ചിട്ടുണ്ട്.
നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഈ എഗ്ഗിൽ ഇട്ടിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. ഇപ്പോൾ ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ ഓരോ ഇതും ഇരുന്നാണ്ട് ഇങ്ങനെ ആക്കുക കേട്ടോ. ഇനിയിപ്പോൾ സ്നാക്സിൻ്റെ പണിയേ ഉള്ളൂ. ഇത് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഇത് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് സ്നാക്സ് ഫുള്ളും സെറ്റാക്കലാണ് ലാസ്റ്റ് പരിപാടി. ബിരിയാണി ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി ദമ്മിട്ടു. അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞു. വലിയ ടാസ്ക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യാൻ ടൈമില്ല. അപ്പോൾ നമ്മളിങ്ങനെ പുറത്ത് പോയി നോക്കിയേനു. അപ്പോൾ കാക്കൻ്റെ മോൻ നേരത്തെ വന്നിട്ടുണ്ടേനി ഇക്കൻ്റെ കൂടെ. അപ്പോൾ അവരിങ്ങനെ ഓരോ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ പുറത്തുണ്ടല്ലോ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞാൽ എടുക്കേനി. ഞാനിവരിൻ്റെ വൈത്തല വരുന്നുണ്ട് എന്ന് വിചാരിച്ച് നിൽക്കുക കേട്ടോ. നോക്കിയപ്പോൾ ഇവർ പേരക്കപ്പറി കഴിഞ്ഞിട്ടില്ല. ഒരാൾ ടെറസിൻ്റെ മേലൊക്കെ കയറി തുടങ്ങി. പേരക്ക നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട്. ഉമ്മ പറഞ്ഞു ഏതായാലും കയറിയതല്ല അതിമുള്ളൊക്കെ പറിച്ചോ. പിന്നെ ഇവർക്ക് നല്ല ഹരം. ഒരാൾ കാണിച്ചു കൊടുക്കാനും ഒരാൾ പറിക്കാനും കേട്ടോ. പിന്നെ ടൈം ഇതായി. അപ്പം ഞാൻ പിന്നെ വേഗം അകത്തേക്ക് പോകാൻ വിചാരിച്ചു. കാരണം നമ്മൾ ടൈമുണ്ട് വിചാരിച്ചിരിക്കുമ്പോഴും ഒക്കെ ആക്കി വരുമ്പോൾ പിന്നെ ബാങ്ക് കൊടുക്കണ ടൈമിൽ ഹറിബറി കയറും. അപ്പം നമ്മൾ കിച്ചണിലോട്ട് പോവാം. അപ്പോൾ ഇത് അനിയൻ്റെ സ്പെഷ്യൽ ബ്രെഡ് ഷവർമ. അപ്പോൾ ബ്രെഡ് ഷവർമയ്ക്കുള്ള മിക്സൊക്കെ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട്. മയോണൈസ് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് ചിക്കന് ഒന്ന് ഫ്രൈ ചെയ്ത് ഒരു വലിയ പീസാക്കി കട്ടാക്കിയിട്ട് ടോട്ടൽ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ് ജ്യൂസി ഐറ്റംസ് ആണെന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ജ്യൂസ് ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബ്രെഡിൽ ഷവർമൻ്റെ മിക്സ് ഫില്ല് ചെയ്യുന്ന ടാസ്ക്കാണ്. അത് ഉമ്മയും ചെറിയ അനിയനും കൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓന് നെറ്റിൽ കണ്ടാണ്ട് ഇങ്ങനെ പഠിച്ചതിൽ എക്സ്പെർട്ടാണ്. ഉമ്മക്ക് ഇങ്ങനെ ഓരോ സജഷൻ കൊടുക്കും. അതുപോലെ അങ്ങനെ ചെയ്യണുണ്ട് അത്ര തന്നെ. ഞാനും ഒരു ഭാഗത്ത് വേറെ ഫ്രൈ ആക്കണ്ടേനു. ഇത് ഒറ്റ ഒന്ന് തിന്നാൽ തന്നെ നമ്മളെ വയറ് നിറയിട്ടു. നമ്മൾ നോമ്പിന് കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ലാസ്റ്റ് പിന്നെ റൈസ് തിന്നാനാകുമ്പോൾ ആർക്കും സ്ഥലം ഉണ്ടാവില്ല. അത്രയും ഫില്ലിംഗ് ആയി ഉണ്ടാവും സ്നാക്സ് കാരണം. അപ്പോൾ ഒരു പാനിൽ എണ്ണ ഇട്ട് ചൂടാക്കിയിട്ട് കുറച്ച് എണ്ണ ഉപയോഗിക്കുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ബ്രെഡ് ഷവർമ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ അപ്പുറം ഇപ്പുറം ഒന്ന് മുറിച്ചെടുക്കും. അത് എഗ്ഗിൽ മുക്കിയിട്ടാട്ടോ ചെയ്യുക. പോകാൻ പറഞ്ഞ് ഇതിൽ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടി റെഡിയാക്കി വെച്ചിനി. അതിൻ്റെ കൂടെ കടിച്ച് തിന്നാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് കഴിഞ്ഞപ്പോൾ ആ ടൈം കൊണ്ട് സാലാഡൊക്കെ ഉണ്ടാക്കി വെക്കാം. അതായത് ബിരിയാണിക്ക് സാലഡ് ഇല്ലാതെ എങ്ങനെയല്ലേ. അപ്പോൾ ബിരിയാണി സാലഡുകളൊക്കെ കട്ടാക്കി. നമ്മൾ നോമ്പിൻ്റെ ഓരോ തിരക്കിലാണ്. ഉമ്മക്ക് പണിയുടെ പേരൊക്കെ തെയ്യും, മറ്റേ തെയ്യൊക്കെ റിക്കുവിന് കൊടുക്കുകയാണ്. അവരെ പേരൊക്കെ തെയ്യും. അപ്പോൾ നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള പാർസലൊക്കെ റെഡി ആയിരുന്നു കേട്ടോ. പേരയ്ക്കും ചമ്പക്കൊക്കെ റെഡി ആയിരുന്നു. നമ്മൾ സലാഡ് ഇതാ നല്ല അടിപൊളിയല്ലേ. ഇത് ബിരിയാണിക്ക് മിക്സ് ചെയ്ത് കഴിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ലാസ്റ്റ് ടൈമായി ബാങ്കിൻ്റെ. അപ്പോൾ പിന്നെ ഫുള്ള് അറിവ് എന്തൊക്കെയാ ചെയ്യേണ്ടതല്ല. പള്ളിക്കും മല്ലാക്കക്ക് ഖത്തീബിന് കുറച്ച് കൊണ്ടുപോകേണ്ടേനോ. അപ്പോൾ ആ സ്നാക്സും കാര്യങ്ങളും ഫ്രൂട്ട്സൊക്കെ ആയിട്ട് വേറെ എടുത്ത് വെച്ചു. ഓരതും കൊണ്ടുപോയി. അപ്പം പെട്ടെന്ന് പിന്നെ സ്നാക്സൊക്കെ നമുക്ക് കഴിക്കാനുള്ളതാക്കി ടേബിൾ മേലൊക്കെ സെറ്റ് ചെയ്ത്. ബ്രെഡ് ഷവർമ, ബീഫ് കട്ട്ലേറ്റ്, പിന്നെ ഫ്രൂട്ട്സ്, നമ്മൾ വീട്ടിലുണ്ടായ കുറച്ച് ഐറ്റംസ്. ഇത് എഗ് ബജിയാണ് കേട്ടോ. അങ്ങനെ സ്നാക്സ് കഴിച്ചപ്പോൾ തന്നെ എല്ലാവരും വയറ് ഫുള്ളാണ്. പിന്നെ കുറേ ടൈം ഇങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ശേഷമാണ് ചോറ് വിളമ്പിയത് കേട്ടോ, ബിരിയാണി. കാരണം വയറിൽ ആർക്കും സ്പേസ് ഇല്ല. പക്ഷെ അത് കഴിക്കണമല്ലോ ഉണ്ടാക്കിയതുകൊണ്ട്. പിന്നെ ബിരിയാണിയും ഉമ്മൻ്റെ സ്പെഷ്യൽ ബീഫ് ഉണ്ടായിരുന്നു.
ബീഫും കുട്ടി എല്ലാവരും നല്ല ഫുഡ് കഴിച്ചു. ചിക്കൻ ഇങ്ങനെ ഷാലോ ഫ്രൈ ആക്കി കഴിക്കുമ്പോൾ ബിരിയാണി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണ്ടി. പിന്നെ വേറെ ചിക്കൻ പൊരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇതെന്തോ യൂട്യൂബ് നോക്കിയിട്ട് വെറൈറ്റി ആയി ഉണ്ടാക്കിയതാണ്. വന്നാൽ നമുക്ക് ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ട്. അപ്പോൾ ടേബിൾ എല്ലാം സെറ്റായി. അപ്പോൾ എല്ലാവരും വിളിച്ചുകൊണ്ട് നിൽക്കാൻ വരി. ഈ ടാസ്ക് കൊണ്ട് കഴിക്കല്ലോ. സ്നാക്സ് ബാക്കിയുള്ളത് അവിടെ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ തീറ്റ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം തറാവിക്ക് പോകുമ്പോൾ എന്ത് ചെയ്തു, ഖത്തീബിനുള്ള ഫുഡ് കൊടുത്തു. അപ്പോൾ കൊണ്ടുപോയി എടുക്കണതാണ് ഈ കാണുന്നത്. ഖത്തീബിന് പൊലിച്ചക്കും ഒക്കെ റൈസ് മതി പറഞ്ഞുകൊണ്ട് നമുക്ക് വലിയ ടാസ്ക് ഇല്ല കേട്ടോ. ഒറ്റ റൈസ് കൊണ്ട് വെച്ചാൽ മതി. അപ്പോൾ ഓരത് കൊണ്ടെടുത്ത് വന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഈ കൊല്ലത്തെ വീട്ടിലത്തെ നോമ്പ് തുറ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത കൊല്ലമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നവരെ സ്റ്റേ ടു മൈ ചാനൽ. സോ ബൈ ബൈ.